ഹായ്, ചക്രു സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിരാളിമല മുരുകക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. തിരുച്ചിയിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്ററും മണപ്പാറയിൽ നിന്ന് 15 കിലോമീറ്ററും അകലെയുള്ള പ്രശസ്ത ഹിന്ദു ക്ഷേത്രമാണ് വിരാളിമല മുരുകൻ ക്ഷേത്രം. മുരുക ഭക്തരിൽ പ്രധാനിയായ മുരുക സ്വാമിയെക്കുറിച്ച് കവിത എഴുതുന്ന അരുണഗിരിനാഥൻ വിരാളിമല സന്ദർശിച്ചു. വലിയ ഒരു പാറയുടെ മുകളിലാണ് വിരാളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്കുള്ള യാത്രയിൽ വളരെ ദൂരെ നിന്നും ഈ ക്ഷേത്രം കാണാൻ കഴിയും. തിരുച്ചിയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കുന്നിൻ മുകളിൽ വലിയ വൃക്ഷങ്ങൾ അനവധിയുണ്ട്. ഇവിടെ ധാരാളം മയിലുകളെ നമ്മൾക്ക് കാണാൻ കഴിയും. മഹാനായ സന്യാസിമാരും യാഗികളും കൂര വൃക്ഷങ്ങളുടെ രൂപത്തിൽ ഇവിടെ ജീവിച്ചിരുന്നതായും മുരുകനെ ആരാധിച്ചിരുന്നതായും പറയുന്നു. തമിഴ് പദമായ വിരവിയിൽ നിന്നാണ് വിരാളിമല എന്ന പേര് ഉരുത്തിരിഞ്ഞത്. വിരവി എന്നാൽ വ്യാപിക്കുക എന്നാണ് അർത്ഥം. മൂകനായ ശിവ ആചാര്യർക്ക് ഇവിടെ വന്ന് മുരുകനെ ആരാധിച്ച ശേഷമാണ് സംസാരശേഷി ലഭിച്ചത്. ഇനി അല്പം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളെ കുറിച്ച് പറയാം. അരുന്ധതിയുടെയും വസിഷ്ഠന്റെയും ശില്പങ്ങൾക്കൊപ്പം കശ്യപ മുനിയുടെയും നാരദ മുനിയുടെയും പ്രതിമ ക്ഷേത്രത്തിൽ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കാണുന്ന തൂണുകളിൽ അറുമുഖന്റെയും അരുണഗിരിനാഥന്റെയും ശില്പങ്ങളും നമുക്ക് കാണാം. കുന്നിൻ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ ദൂരെ നിന്നേ കാണാൻ നമുക്ക് കഴിയും. ഭക്തർക്ക് വിശ്രമിക്കാൻ മണ്ഡപങ്ങൾ സഹിതം മനോഹരമായ പടികൾ ഭക്തരെ മലമുകളിലേക്ക് കൊണ്ടുപോകും. മലകളുടെ താഴ്വാരത്ത് തെക്ക് വശത്തായി ശരവണപ്പൊയ്ക എന്ന ജലസംഭരണി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ഭാഗത്ത് മൈക്കണ്ണുടയൻ ദേവിയുടെ ശ്രീകോവിലും മല കയറുന്നതിന് മുമ്പ് ഈ ദേവിയെ ആരാധിക്കുകയാണ് പതിവ്. ഈ കോവിലിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നൈവേദ്യത്തിനൊപ്പം ചുരുട്ടും ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. മലമുകളിലേക്കുള്ള വഴിയിൽ ഉടുമ്പൻ സന്നിധിയും മീനാക്ഷി സുന്ദരേശന്റെ ഒരു ചെറിയ ഗുഹാക്ഷേത്രവും പടിക്കെട്ടുകളുടെ അവസാനത്തിൽ സന്താനകൂട്ടം എന്ന മണ്ഡപവും. ഈ കോവിലില് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് എത്തുന്നത്. ആദ്യ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ ഗുഹാക്ഷേത്രം ഗുഹയ്ക്കുള്ളിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അതെനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ടുള്ള വാതിൽ തുറക്കുകയുള്ളത്. അതിനുശേഷമാണ് ഞാൻ പിന്നെ കുറേ നാൾക്ക് കഴിഞ്ഞു ഒരു വൈകുന്നേരങ്ങളിൽ ഫാമിലിയോടൊപ്പം പോയത്. പക്ഷേ അന്നും തിരക്കിപ്പോഴാണ് അറിയുന്നത് അത് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അത് തുറക്കാറുള്ളൂ. അപ്പോൾ ഇനി ഒരിക്കൽ കൂടെ പോകുമ്പോഴത്തേക്ക് അത് കാണുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുകയാണെങ്കിൽ അതും കൂടെ ഇവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് സ്റ്റോറി.